ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എല്ലാവർക്കും ഫസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കയറിയപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മോനെ മറ്റേ ബാങ്കിൽ നിന്ന് കുറേ പുതിയ മാർച്ച് സീസണിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഫെബ്രുവരിയിൽ ഇതിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ലൂട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴെല്ലാം ആവശ്യമൊന്നും അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുമ്പളകൾ കണ്ട പിന്നെ കുമ്പള കുത്തി പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരുന്നു. സോ കുമ്പള കുത്തി പൊട്ടിക്കുമ്പോൾ ഒരു ഹരം കിട്ടുന്നുണ്ട്, നമുക്കൊരു ടൈം ഇതായി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ പോയി വേണം. ഇവിടെ ഒരു ഈ ചെങ്ങായനൊക്കെ ഗോബ്ലിൻ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഗോബ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ബിൽഡർ 5 ഉണ്ടെങ്കിലും ഒരു ഹെൽപ്പിങ്ങിനായിട്ടുള്ള ഒരു സാധനമായിരുന്നു ബിൽഡർ ഇതായിട്ട് ഉപയോഗിക്കാനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. ഇത് വായിച്ചു നോക്കി, നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ വായിച്ചു തന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പോലെ വേറെ വല്ലതൊക്കെ ആയിരിക്കും വായിക്കണേ. അങ്ങനെ ഞാൻ വീണ്ടും എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള മൈൻഡ് വന്നു. കാരണം അവിടെ ലൂട്ട് ഒരുപാട് ഇരിക്കുകയുള്ളൂ. പിന്നെ ഡിഫൻസും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് കുറേ നാളായി. അങ്ങനെ ഞാൻ ക്ലാൻ കാസ്റ്റിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ക്ലാനിൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ ക്ലാൻ വാറും കാര്യങ്ങളൊക്കെ പിള്ളേർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊണേഷനും കാര്യങ്ങളും അതിൻ്റെ പോയിട്ട് ക്ലാൻ വാർ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കോബ്ര പൈലറ്റ്സ് അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഒരുപാട് നമ്മുടെ പിള്ളേരൊക്കെ 15 പേരുടെ വാറാണ് പിള്ളേർ സെർച്ച് ചെയ്താണ്. അങ്ങനെ സെറ്റൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോയി നമ്മൾ അറ്റാക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ഇതും കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തോ ലക്കി ലെറ്റർ ബോർഡ് കിട്ടി. അവിടെ നോക്കിയപ്പോൾ ദേടാ 10 ജമ്മ കൊടുക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ലാസ്റ്റ് ജമ്മ വണ്ടിയിലിരിക്കണോണ്ട് നമ്മളതൊക്കെ മൈൻഡാക്കും, അങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് അപ്ഗ്രേഡ് ബാറ്റിൽ ഇതൊന്ന് നോക്കിയപ്പോൾ എന്തോന്നു അപ്ഗ്രേഡ് ചെയ്യാനങ്ങ് ഇടാന്നുള്ള മൈൻഡിൽ ഇതേ കൊണ്ടിട്ടു. അപ്പോൾ അവർ പറയാണ് നമ്മളോട് ജമ്മ കൊടുക്കണമെന്ന്. 26 ജമ്മൊക്കെ നമുക്ക് എന്ത് വിഷയം, 25 ജമ്മ എത്രയും കണ്ടി ജമ്മ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പിന്നെയാണ് ഞാൻ ഓർത്ത എൻ്റെ പൊന്നോ നമ്മൾ ക്ലോൺസ് വല്ല അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായി, അതൊരു ഡേ മതിയായിരുന്നു, വെറുതെ ജമ്മു കളഞ്ഞൂലോ എന്നൊക്കെ ഉള്ള സങ്കടത്തിൽ പിന്നെ ഞാൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിൻ്റെ അത് ഒന്ന് കാണിക്കണുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ പോയിസൺ സ്പെല്ല് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എൻ്റെ പൊന്നോ 250 ജമ്മുണ്ട്, നമ്മളൊക്കെ എന്ത് ചെയ്തേനും. അങ്ങനെ ഞാൻ അതും വിട്ട് നേരെ ഇനി എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാണ്ട് നോക്കിയപ്പോൾ ഒരു തേങ്ങയില്ല. പിന്നെ ഞാൻ ഇവിടെ മെസ്സേജ് എന്താ നോക്കിയപ്പോൾ നമ്മളൊന്ന് അറ്റാക്ക് ചെയ്താണ്, ബാർബേറിയനൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ എനിക്ക് കൂടുതൽ അറ്റാക്ക് ബാർബേറിയൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ഞാൻ ചത്തവന്മാരുടെ ഇതൊക്കെ പൊട്ടിച്ചളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് പിന്നെ ഇവിടെ വന്നപ്പോൾ ദേടാവേ ഇനിയും കൊടുക്കണം, ഒരു മരം കെട്ടാൻ ഓർത്താണ്. അപ്പോൾ അവന്മാർക്ക് 10 ജമ്മ കൊടുക്കണമെന്ന്. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ വലിയ കാര്യമാക്കാനോ മൈൻഡാക്കാനൊന്നും പോയില്ല. ഞാൻ കൊടുത്തൊന്നുമില്ല, എന്തിന് നമ്മുടെ കയ്യിൽ ഞാൻ 3 ജമ്മുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ജസ്റ്റ് കയറി നോക്കി. സാധാരണ ഈ ഗോബ്ലിനെയാണ്, സ്നേക്ക് ഗോബ്ലിനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് പിന്നെ പുള്ളീനെയൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, പുള്ളീനെ ഇനി വെച്ച് കളിക്കണം എനിക്ക്. അങ്ങനെ ഞാൻ ഇവിടെ ക്യാപിറ്റൽസിൻ്റെ ഇതിൽ ക്യാപിറ്റൽസ് കൊടുക്കാൻ വേണ്ടി വന്നു. ഓൾ വാൾസ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ കുറച്ച് അങ്ങ് സ്പെൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ ഉണ്ടായ ഇതൊക്കെ തീർന്നു. ലെവൽ 38 ഒക്കെ കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, നമ്മൾ എവിടെയെങ്കിലും തൊട്ടാൽ നമുക്ക് അപ്പം ലെവലപ്പ് പോവും. അങ്ങനെ ഒരു ബന്ധമില്ലാണ്ട് ഞാൻ പിന്നെ ഏതാണ്ടൊക്കെ പിടിച്ചേക്ക് ഇതിൽ നിന്ന് ബാക്ക് ഇറങ്ങനെയൊക്കെ മറന്നുപോയി. ഇവിടെ സ്റ്റാർട്ട് റൈഡ് കണ്ടു. അതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് സ്റ്റാർട്ട് റൈഡ്. അങ്ങനെ സ്റ്റാർട്ട് റൈഡിൽ കയറി ഇങ്ങനെ അവിടെ നിൽക്കി ഇപ്പോൾ ഫൈൻഡിങ് റൈഡ് എന്നും പറഞ്ഞ് കണ്ടു. എടാ അപ്പം തന്നെ സാധനം കിട്ടി, എന്നാൽ ഒരു കളി കളിച്ചിട്ട് പോകാന്നുള്ള മൈൻഡിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിപ്പോഴാണ്. നമ്മുടെ കയ്യിൽ വിസാഡാണല്ലോ ഒക്കെ ആയി. എന്നാൽ പിന്നെ വിസാഡ് വെച്ചൊരു തകർപ്പൻ അറ്റാക്ക് അങ്ങ് നടത്താന്നുള്ള സെറ്റപ്പിൽ നമ്മൾ കുറച്ച് ആർച്ചറിനെ അങ്ങ് കളഞ്ഞിട്ട് വിസാഡിനെ അങ്ങ് കയറ്റി. അങ്ങനെ നമുക്ക് അറ്റാക്കും കാര്യങ്ങളൊക്കെ കിട്ടി. എൻ്റെ പൊന്നോ എല്ലാ ബേസും വൺ സീൻ ബേസ് പോലെ എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഇത്ര ട്രൂപ്സ് ഉള്ളൂ, ഇത്രയൊക്കെ നല്ല രീതിക്ക് ഡാമേജ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടഫ് കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പിന്നെ നമുക്ക് പറ്റണ അത്ര അടിച്ചെടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ മെയിൻ വിഷയത്തിലേക്ക് വന്നുള്ള സെറ്റപ്പിലായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വിസാഡുകളെയും കാര്യങ്ങളൊക്കെ തച്ചിനങ്ങ് ഇറക്കി വിട്ടു. എൻ്റെ നമ്മുടെ ജിമ്മമ്മാമനെ അങ്ങ് ഇറക്കി വിട്ടിട്ട് ഒരു സ്പെല്ലാം അങ്ങ് ഇട്ട് കൊടുത്തു. എൻ്റെ പൊന്നോ വിസാഡൊക്കെ എവിടെയാണോ പോയി നിൽക്കണതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. സ്പെല്ലായിട്ട് ഒരു ബന്ധമില്ലാത്തടത്തൊക്കെയാണ് 2 വിസാഡ് പോയിരുന്നത്. പിന്നെ എന്ത് പറയാനോ, ഒരു ബോംബ് പൊട്ടിയപ്പോൾ അവന്മാരുടെ ലൈഫ് അങ്ങ് പോയി. പിന്നെ അവന്മാർ അതിൻ്റെ അകത്ത് കയറിയെങ്കിലും ചെക്കന്മാരവിടെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ജെയിൻറ്റിൻ്റെ ലൈഫ് നല്ല രീതിക്ക് കുറയണുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കൊരു കാര്യം ഉറപ്പായി, ഈ കളി മോഞ്ചി. അങ്ങനെ ദേ പിന്നെയും പൊട്ടി. 2ാമത്തെ തവണയാണ് ഇമ്മാരുടെ അടുത്ത് ബോംബ് പൊട്ടണത്. ബോംബ് പൊട്ടി ദേ ഈ മേനായിട്ട സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല. എൻ്റെ പൊന്നെ ഒരു ആറ്റം ബോംബ് അങ്ങ് പൊട്ടിയപ്പോൾ ജെയിൻറ്റിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ അങ്ങ് തകർപ്പടാക്കി. വിസാഡ് നല്ല വിസാഡാണ്. കാരണം ഇവിടെ വെടി വെച്ച് കഴിഞ്ഞാൽ അപ്പുറം നിൽക്കണം മൂലയ്ക്ക്, അപ്പുറം കുടിയിൽ നിൽക്കണമാരൊക്കെ എത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കയ്യിലുണ്ടായ ഇത് ട്രൂപ്സൊക്കെ ചത്തു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു വാശിയായി, ഇനി ഞാൻ അറ്റാക്ക് എടുത്തു, എനിക്ക് എന്തെങ്കിലും നേടണം എന്നുള്ള സെറ്റപ്പ്, ഒരു സ്റ്റാറെങ്കിലും അടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ സ്പെല്ലിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കാമെന്നുള്ള മൈൻഡിലിരുന്ന. പിന്നെ എന്നെ നോക്കിയപ്പോൾ എന്ത് കാര്യത്തിന് അവിടെ മുതൽ ഇനി ജെയിൻ്റെയൊക്കെ നടന്നു വരുമ്പോഴേക്കും നല്ല ടൈം എടുക്കും. പിന്നെ ഞാൻ ഉള്ള ട്രൂപ്പിനെയൊക്കെ അങ്ങോട്ട് വിട്ടു.
ജെയിനിൻ്റെ പുറകിലേക്ക് വിട്ടവന്മാരൊക്കെ ടൗൺ ഹാൾ പൊട്ടിക്കാൻ പോയി. അവരുടെ ആർത്തിക്കുള്ളത് ഡിഫൻസ് നല്ല രീതിക്ക് കൊടുത്തു. ഒറ്റയടിക്ക് അവന്മാർ തട്ടി. അങ്ങനെ ജെയിൻ്റ് മാമനൊക്കെ നല്ല രീതിക്ക് ഹീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ പോണ്ടാവേ വിസാ ടവറും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി അവന്മാരെയും പൊട്ടിച്ച് കനോണിൻ്റെ അടുത്തേക്ക് ഒരു നീങ്ങലും. ഇവിടെ എന്നിട്ട് വിസാർഡുകളാണെങ്കിൽ അവിടുത്തെ ടൗൺ ഹാളും പൊട്ടിച്ചു, ബിൽഡർ ഹാൾ, അങ്ങനെ എന്താ ഈ ക്യാപിറ്റൽസിൻ്റെ ഇതെനിക്കറിയില്ല, അതിനെന്തോ ഒരു പേര് പറയും. അത് നോക്കിയിട്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇവിടെ നിന്നൊരുള്ള പൊട്ടിക്കലും തുടങ്ങിയിട്ട് എൻ്റെ പൊന്നോ, ജെയിൻ്റ് മാമൻ ചത്തില്ല. ജെയിൻ്റ് മാമൻ ലാസ്റ്റ് വടിയായിപ്പോയി. അപ്പോഴേക്കും വിസാർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അവിടെ പൊട്ടിച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളങ്ങനെ പറഞ്ഞ പോലെ 59 ശതമാനം കിട്ടി. നമ്മൾ 1 സ്റ്റാർ പ്രതീക്ഷയാണ് കളിച്ചത്. അങ്ങനെ വിസാർഡൊക്കെ മതിൽ പൊട്ടിക്കണം, നല്ല രസമുണ്ട് അതിൻ്റെ തീ വീറുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് റെക്കോർഡിൽ ടൈം എന്തോരായി എന്നൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അഡീഷണലായിട്ട് ഡബ് ചെയ്യണ സെറ്റപ്പാണ്. അങ്ങനെ ഞാൻ ടൈം എന്തോരായി നോക്കി. ഒരുപാട് ലാഗാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭ്രാന്താവും. കാരണം ഇനി നമ്മുടെ വീഡിയോ മെയിൻ കണ്ടൻറ്റും കൂടി വരാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വലിപ്പിച്ച് കഴിഞ്ഞാൽ ഷോക്കായി പോവും. അങ്ങനെ വിസാർഡ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പൊട്ടിച്ചത് പോണ്. ഒരു ആർച്ചർ നിക്കടി അവിടെയെന്നും പറഞ്ഞ് വിസാർഡുകളൊക്കെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലമൊക്കെ കയറി നേരെ അടുത്ത സാധനം പൊട്ടിക്കാൻ ഇങ്ങനെ പോകുന്നു. പോയി ഇതേ അവിടുത്തെ സാധനങ്ങൾ മൊത്തം പൊട്ടിച്ചു. ഇപ്പം തന്നെ 64 ശതമാനം ഡാമേജായി. ചെക്കന്മാർ ചുമ്മാ തീയാണ് എന്ന് തന്നെ പറയാം. ജയിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇനിയും കുറച്ചും കൂടിയും ഡാമേജും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി മൊത്തം ഡിഫൻസിൻ്റെ ഇടയിലേക്കാണ് ഈ 3-4 സാധനങ്ങൾ പോകണം. എന്ത് ചെയ്യാനാവും എന്നറിയില്ല. ഈ എക്സ്പോ പോലത്തെ സാധനമാണെങ്കിൽ നല്ല രീതിക്ക് ലൈഫ് പോയിരിക്കും. ഇതിൻ്റെ കുറച്ച് ഹിറ്റ് പോയിൻ്റ് കൂട്ടായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു വിസാർഡ് കണ്ടിലേക്ക്. പക്ഷേ ഇവിടെ ഹിറ്റ് പോയിൻ്റ് വലിയ കാര്യമായിട്ടില്ല. കാരണം ഈ അമ്പയാണ് സാധനം 2 വീഡിയോ വെച്ച് കഴിഞ്ഞാൽ തന്നെ തീരും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 2 സ്റ്റാറൊക്കെ അടിച്ച് 71 ശതമാനം അടിച്ചു. ഇനി പോയി വെറുതെ അറ്റാക്ക് ചെയ്ത് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഭ്രാന്താവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് കുമ്പള വല്ലതും പൊട്ടിക്കാണ്ട് നോക്കിയപ്പോൾ ഇവിടെ ഒന്നുമില്ല. ബേബി ഡ്രാഗൺ എൻ്റെ മുന്നോ നീലച്ചിറകുള്ള വയലറ്റ് നാക്കുള്ള അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ കുന്തമനയൻ വീണ്ടും വരുന്നു. ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള സെറ്റപ്പിൽ ഞാൻ അവനെ എടുത്ത് അപ്പുറം കുടി കൊണ്ടുവന്ന് വയ്ക്കാനുള്ള സെറ്റപ്പിലിരുന്നു. അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണെങ്കിൽ പിന്നെ അവൻ അങ്ങോട്ട് വരും. കുറച്ച് നേരമെങ്കിലും മാറിക്കും, എന്നാൽ നീ അവിടെ ഇരിക്കണ്ട ഇപ്പറേക്ക് പോരുക എന്നുള്ള സെറ്റപ്പിൽ ഞാൻ അവനെ ഇങ്ങോട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവൻ അങ്ങോട്ട് പോകണോണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ പിന്നെയും വിളിച്ചു. ഇങ്ങോട്ട് പാടാമെന്നും പറഞ്ഞ് ആ സാധനം കൊണ്ടുവന്ന് അങ്ങോട്ട് മാറ്റി വെച്ചതും ചെക്കൻ പിന്നെ അങ്ങോട്ട് വന്നു. ആഹാ കൊള്ളാല കളി, എന്നാൽ പിന്നെ ഇനിയും കളിക്കാമെന്നും പറഞ്ഞാൽ അവനെ പിടിച്ച് ഞാൻ അങ്ങോട്ട് പിന്നെയും കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവൻ അവിടെ എത്താത്ത സെറ്റപ്പിൽ ഇങ്ങടേക്ക് നീക്കി വെച്ചു. ഇവിടെയാണെങ്കിൽ അവന് ബിൽഡറായിട്ട് വർത്താനം പറഞ്ഞിരിക്കുമല്ലോ. അൻസന്നാന്ന് പറയുന്ന സാധനമില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞത് കുറച്ച് ലാഗായിട്ട് അവൻ ഇങ്ങോട്ട് വന്നത്. അവനവിടെ പോയി കുന്തവും വെച്ച് ബിൽഡറെ നോക്കി ഇങ്ങനെ ഒരു നിപ്പ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കി, കുമിളയൊന്നും വന്നില്ലല്ലോന്ന്. പിന്നെ ഞാൻ ഈ നീറ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആർമി ക്യാമ്പിനെയാണ് പിടിച്ച് നോക്കിയത്. പിന്നെ ഞാൻ അടുത്ത് മൈനറെ കണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം സ്വാഭാവികമായിട്ട് അടുത്ത അറ്റാക്ക് മൈനർ വെച്ചാണ്. 50 മൈനറായിട്ടാണ് നമ്മൾ അറ്റാക്ക് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ആ വീഡിയോ ഉടൻ വരും. ഹിറ്റ് പോയിൻ്റ് ഈ ബേബി ഡ്രാഗൺ തുപ്പണ നല്ല സെറ്റപ്പ് അല്ല, എന്ത് മനോഹരമായിട്ട് ചെക്കൻ തുപ്പണേ. പിന്നെ അത് ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിക്ക് എന്തെന്നാ മിന്നിത്തിളങ്ങിയൊക്കെ ഇത് ചെയ്യും. കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമല്ലാണ്ടായി പോകും. ആ പവറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഹിറ്റ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ 1800, അതുപോലെ ഡാമേജ് പെർ സെക്കൻഡ് 135, ട്രെയിനിങ് ടൈം 1 മിനിറ്റ് 30 സെക്കൻഡ്. അതൊക്കെ കുറച്ച് കൂടുതലാണ്, അതൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ദേവന്നടാ സ്നാപ്ചാറ്റിൽ നിന്ന് മെസ്സേജൊക്കെ. പിന്നെ ഡാമേജ് ടൈപ്പ് ഏരിയ സ്പ്ലാഷ് ആണ്. പിന്നെ ടാർഗറ്റ് ഗ്രൗണ്ട് ആൻഡ് എയർ നോക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കും ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളിലൊക്കെ ഞാൻ എടുത്ത് നോക്കി. അവിടെ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തൊലിഞ്ഞ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ. അതൊന്നും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി അറ്റാക്ക് ചെയ്യാന്നുള്ള സെറ്റപ്പിൽ ഇരുന്നപ്പോഴാണ് കുമ്പള തന്നെ. എന്നാൽ പിന്നെ കുമ്പള പൊട്ടിക്കുക. ഈ മൂലയ്ക്കാണ് ഈ ഗോബ്ലിനെ കാണിക്കുന്നത്. വല്ല ജമ്മു കിട്ടുന്ന കാര്യമാണെന്ന് വിചാരിച്ച് ഞാനതപ്പോൾ പിടിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ നിന്ന് ജമ്മു പോണ കേസാന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അറ്റാക്കിങ്ങിന് അങ്ങ് പോയപ്പോൾ തന്നെ നല്ലൊരു ബേസ് കിട്ടി നമുക്ക്. കിണ്ണങ്കാച്ചി ബേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടൗൺ ഹാൾ 11 ആയി, നല്ലൊരു ബേസും. പിന്നെ അത് കഴിഞ്ഞ് വന്നത് ടൗൺ ഹാൾ 30. എൻ്റെ പിന്നെ താങ്ങൂല. എന്നാൽ ടൗൺ ഹാൾ 12 വന്നേക്കുന്നു. COC മുതലാളി അതും നമ്മളെ കൊണ്ട് കാണില്ല. പക്ഷേ ഇത് നല്ലൊരു ബേസ് ആയിരുന്നു. അറ്റാക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിന് ഞാൻ ഇങ്ങനെ നിന്നിട്ട് അവസാനം നെക്സ്റ്റ് അങ്ങ് പിടിച്ചേക്കി. അത് കഴിഞ്ഞ് വന്നതും കുറച്ച് ടഫസ്റ്റ് ബേസ് ആയതുകൊണ്ട് പിന്നെ നമ്മളതിന് വേണ്ടി നിന്നില്ല. കാരണം നമ്മൾ ഒന്നും ഇല്ലാണ്ട് പോകണം. അപ്പോൾ വലിയ കാര്യമായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും എടുക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡിഫൻസൊക്കെ റഷായിട്ടുള്ളൊരു സെറ്റപ്പിലുള്ള ബേസ് ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പോയി അടിച്ചിടാമെന്നും പറഞ്ഞ് ബേബി ഡ്രാഗൺ ഓർമ്മത്തിനങ്ങ് ഇറക്കി സ്ക്രാച്ചറിന് മുമ്പിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തു. ചെക്കൻ മിന്നി കത്തിയെങ്കിലും അതിലും വലിയ കത്തായിരുന്നു സ്ക്രാച്ചറിൻ്റെ. അത് ഇച്ചിരി ലൈഫ് മാത്രം, പൊടിക്ക് ലൈഫ് മാത്രം ബാക്കി നിന്നപ്പോൾ ചെക്കനങ്ങ് തട്ടിപ്പോയി.
എന്നാൽ പിന്നെ 2-3 കൂടി അങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ച് നേരൊക്കെ ഇറക്കി. പക്ഷേ പിന്നെയാണ് ഞാൻ ഓർത്തത് അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ പവർ വലിയ കാര്യമായിട്ട് ഡാമേജ് എടുക്കില്ല എന്നും പറഞ്ഞ് ഇപ്പുറം മൂലക്കേക്ക് ഇറക്കി. അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മോനും ആർച്ചർ കൂനും കുന്തമനേനുള്ള റോയൽ റംബിളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ എല്ലാത്തിനും അങ്ങ് വട്ടത്തിൽ ഒരു ഡിസ്റ്റൻസിൽ മാറ്റി മാറ്റി ഇറക്കാമെന്നുള്ള സെറ്റപ്പിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഓരോന്നിനെയും പിടിച്ച് ഇറക്കി. ഇൻഫെർണോ ടവറൊക്കെ നല്ല രീതിക്ക് ഡാമേജ് വലിക്കണ ഇപ്പോൾ മതിയായി എൻ്റെ പൊന്നോ. കുറച്ചും കൂടി ഹിറ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ചാവണ ഒരു സെറ്റപ്പായി പോയി. അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഹൗസിങ് സ്പേസൊക്കെ 10, അത് വലിയ കൂടുതലൊന്നുമല്ല. ഇന്നലെ പെക്കയും ഇവരൊക്കെ അടിച്ചതെന്ന് പറഞ്ഞാൽ പെക്കേൻ്റെയൊക്കെ 25. അതൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ വെറും 12 പോകാൻ പറ്റുക. പക്ഷേ 74 ഡാമേജും കാര്യങ്ങളൊക്കെ ചെക്കന്മാരെടുത്തു. ഇതിൻ്റെ അകത്ത് എത്ര എടുക്കുമെന്ന് നോക്കാം. എന്തായാലും 1 സ്റ്റാർ അടിച്ചു. 51 1 സ്റ്റാറും. ഇവിടെ ബേബി ഡ്രാഗനൊക്കെ ഏറെക്കുറെ ചത്തു തുടങ്ങി. ഈ ആർച്ചറിയുടെ ഒക്കെയുള്ള വെടിക്കെട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 55% ഡാമേജും വരുത്തി. ഇനി വെറും 2 മാത്രമേ ഉള്ളൂ. എന്തോരം എടുക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. നമുക്കെന്തായാലും നോക്കാം. ഞങ്ങൾ സൂം ചെയ്തു. ഇങ്ങനെ മിന്നി കത്തി അതുപോലെ തുപ്പണയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും കളിയും തീർന്നു. 58% ഡാമേജ് മാത്രമാണ് ഇതുങ്ങൾ എടുത്തോളൂ. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സങ്കടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ 2,85,000 ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മുടെ 2192 ട്രോഫിയൊക്കെ ആയി. എങ്ങനെയാണോ എന്തോ. പിന്നെ അവിടെ വന്നപ്പോൾ ഒരു മെസ്സേജ് ആണ് മാർച്ചിൽ എന്തോ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കി എന്ത് ചെയ്യും പറയാനാണെങ്കിൽ ഒന്നുമില്ല. അങ്ങനത്തെ സെറ്റപ്പിൽ നോക്കി. പിന്നെ അന്ന് അടുത്തേക്കുള്ള അറ്റാക്കിനുള്ള ട്രൂപ്പ് എടുത്തേക്കാന്ന് വിചാരിച്ച് ഇലക്ട്രോ ഡ്രാഗൺ അങ്ങ് എടുത്തു. നമ്മളെ മെയിൻ സാധനം. വാറും കാര്യങ്ങൾക്കൊക്കെ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ ഡ്രാഗണാണ്. ഇലക്ട്രോ ഡ്രാഗൺ സ്പെല്ലുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ റെക്കോർഡിൻ്റെ ടൈം